തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് എന്ന മാധ്യമങ്ങളെ കണ്ടിരുന്നു. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് താൻ നേരത്തെ അറിയിച്ചില്ലെന്ന വാദം തെറ്റെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അയച്ച കത്തുകൾ പുറത്തുവിട്ടു. വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ലെന്നും ഉപകരണം ഇല്ല എന്നത് സത്യമാണെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചത്. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. എനിക്ക് അതിൻ്റെ കോപ്പി അതിൻ്റെ ഈ വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. തീരുന്ന ആ മുറയ്ക്ക് നമ്മളത് അവരെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കെല്ലാം ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSൻ്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. ഷഹാന എന്നാണ് ആ കുട്ടിയുടെ പേര്, ഷഹാന. ആ കുട്ടിയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു, ഈ പറഞ്ഞിരുന്നോ? അപ്പോൾ അത് പറഞ്ഞു, പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിംഗ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൂടി വളരെ സീരിയസ് ആയിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം, അതിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കി നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അത് പേഷ്യൻ്റ് കെയറിനുള്ള സാധനമാണ്. അല്ല നമ്മുടെ അവിടെ എന്തെങ്കിലും ടൈല് മാറ്റിയിടാനോ അല്ലെങ്കിൽ ബാത്റൂം കെട്ടാനോ ഉള്ളതൊന്നുമല്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാ മാർഗങ്ങളാണ്, ജീവൻ രക്ഷിക്കാനുള്ള, ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ്. അതിന് അടിയന്തിരമായിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷിജോ, രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ അതിനാവശ്യമായ ഉപകരണങ്ങളില്ല എന്ന് തുറന്നു പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, വിദഗ്ധ സമിതി അടക്കം കണ്ടുപിടിച്ചിരുന്നത് അദ്ദേഹം പരാതിപ്പെടുന്ന സമയത്ത് പ്രോബ് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതൊന്നും അറിയിച്ചില്ല എന്നുകൂടി അദ്ദേഹത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അറിയിച്ചില്ല എന്നുള്ള വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി, അതായത് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അയച്ച കത്തുകളുടെ ഒരു വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം വളരെ സത്യസന്ധ നീങ്ങിയതിന് പകരം ഒരു സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നുള്ള വേട്ടയാടലിൽ കൂടി അദ്ദേഹം പകച്ചുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വികാരാധീനനായി തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഷിജോ? ജിൽസി, വലിയ മനോവിഷമത്തിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉള്ളത്. കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയുള്ളതാണ്. അതിനകത്ത് അങ്ങേയറ്റം അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പറയുന്നതിനകത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞതും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളിലുമൊന്നും ഒരടി പിന്നോട്ട് പോകാൻ അദ്ദേഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് അത്തരത്തിൽ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപകരണങ്ങൾ വേണം, അതിനകത്തൊന്നും ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയും അതിന്റെ പേരിൽ താൻ വലിയ വിവാദത്തിലേക്ക് പോവുകയും ഒക്കെ ചെന്ന് ചാടിയതിനകത്ത് അദ്ദേഹത്തിന് വലിയ മനോവിഷമമുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ വളരെ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മടങ്ങി പോവുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം കണ്ണ് കലങ്ങിയാണ് അകത്തേക്ക് കയറിപ്പോയത്. അതിനുശേഷം ഏതാണ്ട് ഒരു 2 മിനിറ്റ് ശേഷം അദ്ദേഹം ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നപ്പോൾ വീണ്ടും നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണത്തിന് ശ്രമിക്കുന്നു. ഈ പ്രതികരണം ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വൈകാരികമായിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ വൈകിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്ന് തിയേറ്റർ ഡേ ആണ്, അതുകൊണ്ട് താൻ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഷമത്തിൽ തന്നെയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസികളായിട്ടുള്ള ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിച്ചിരുന്നു, അദ്ദേഹം വലിയ വിഷമത്തിലാണ്, ഇന്നലെയും കരയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള ചില അയൽവാസികൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്ന് തെളിവ് സഹിതം സമർത്ഥിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസം 2020
2025 മാർച്ച് മാസം അദ്ദേഹം ഉപകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ 3-ാം മാസത്തിന് ശേഷം 6-ാം മാസത്തിലും അതേ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉപകരണക്ഷാമം ഇല്ല എന്ന് താൻ അറിയിച്ചില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. താൻ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. അതിനും അപ്പുറത്തേക്കുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവിടണം, അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയില്ല. തനിക്കൊപ്പം പലയിടങ്ങളിലും കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം തനിക്കൊപ്പം ജോലി ചെയ്ത ആളുകളാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ആലപ്പുഴയിലെയും കോട്ടയത്തെയും യൂറോളജി നെഫ്രോളജി വിഭാഗം മേധാവിമാർ അവരൊക്കെ തന്റെ സഹപ്രവർത്തകരാണ്. അവർക്ക് താൻ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത അറിയാം. അപ്പോൾ പക്ഷേ അവരപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഉപകരണം ഇല്ലാതെ അതായത് ഉപകരണം ഉണ്ടായിട്ടും താൻ ശസ്ത്രക്രിയ നടത്തിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു സ്വകാര്യ ഡോക്ടർ സ്വന്തം നിലയിൽ വാങ്ങിയ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ സ്വന്തം നിലയ്ക്ക് വാങ്ങിയ ഉപകരണം ഉപയോഗിച്ചാണ് താൻ ശസ്ത്രക്രിയ നടത്തിയെന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ പരാതികൾ പറയാൻ അല്ലെങ്കിൽ ഇത്തരമൊരു കത്തെഴുതാൻ, ഉപകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതാൻ പോലുമുള്ള ഒരു പേപ്പർ പോലും അവിടെ ഇല്ല. അത് സ്വന്തം നിലയിൽ കാശ് മുടക്കിയാണ് താൻ വാങ്ങുന്നത്. അപ്പോൾ അത്രയും വലിയ ഗതികേടിലാണ് താൻ എന്നുകൂടി വലിയ വൈകാരികമായിട്ടുള്ള വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു വലിയ ഗതികേട് സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വൈകാരികമായി പൊട്ടിക്കരഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആ കരഞ്ഞതിന്റെ കാരണം അത്രയും വലിയ ഗതികേടിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങളെയാണ് പരിഹരിക്കേണ്ടത്. അതിനു പകരം തനിക്കിപ്പോൾ ഒരു ഷോക്കോസ് നോട്ടീസ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അതിന്റെ ഒരു നടപടി കൊണ്ട് മുമ്പോട്ട് പോയാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യങ്ങൾ കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസിന് താൻ മറുപടി നൽകും. അതിന് ഒരാഴ്ചത്തെ സമയമുണ്ട്. ഇന്ന് എന്തായാലും മറുപടി നൽകില്ല, ഒരാഴ്ച സമയമുണ്ട്. അതിനിടയിൽ താൻ മറുപടി നൽകും എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കില്ല, പക്ഷേ ഒരു താക്കീതിൽ ഒതുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു ചട്ടലംഘനമായിട്ട് കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇങ്ങനൊരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ നോട്ടീസ് ലഭിച്ചെങ്കിൽ പോലും ഇപ്പോഴും പറഞ്ഞ കാര്യത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉറച്ചു നിൽക്കുകയാണ്. അത് പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടാതെ ഈ വിഷയങ്ങളൊന്നും മാറില്ല എന്നുകൂടി അദ്ദേഹം വൈകാരികമായി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ജിൽസി, തീർച്ചയായിട്ടും.